ആളുണ്ട് വാ ഇല്ല പറഞ്ഞ നിങ്ങൾ ചാടിച്ചില്ലേ ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകലുണ്ട്. 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കണ ഒന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്നൊന്ന് ഓടി വന്നതാണ്. പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും ഏകദേശം സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാന്നൊക്കെ ഞാൻ വഴിയെ ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ മന്തി റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. മന്തി റൈസും പിന്നെ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഞാൻ കടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാന്ന് വെച്ചാൽ എൻ്റെ ചെറിയ മാമൻ്റെ, അതായത് ചെറിയ അമ്മായിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഞാനും അവളും ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ അതാ അവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർ കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ഇത്. ഇങ്ങനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരലുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നത് ഒരു ചെറിയൊരു വാഷിംഗ് മെഷീനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണ് അച്ഛമ്മോളും അന്നമ്മോളും. അപ്പോൾ അവർ ഞങ്ങളെ വീഡിയോസ് എടുക്കി പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്നവരൊക്കെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് ചടങ്ങുകളിലൊക്കെ കിടക്കാൻ കേട്ടോ. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നത് എൻ്റെ വല്യമ്മയാണ്. അപ്പോൾ അമ്മമ്മ ഇല്ല, അതുകൊണ്ടാണ് വല്യമ്മ കത്തിക്കുന്നത്. ഇതാ എല്ലാവരും കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യും കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് അമ്മായി ഒരുങ്ങി റെഡിയായി സെറ്റായിട്ടുണ്ട്. 5-6 വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റ് ആയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്കും കാര്യങ്ങളൊക്കെ വല്യമ്മ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ദക്ഷിണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പേർക്കൊന്നും ദക്ഷിണയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ദക്ഷിണയൊക്കെ കൊടുത്തത്. അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ ദക്ഷിണ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്നത് എൻ്റെ മാമനാണ്. അപ്പോൾ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇങ്ങനെ മാമന് ദക്ഷിണയൊക്കെ കൊടുത്തു. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞ മുഹൂർത്തം കൂടെ ആയിരുന്നു. ഈ ഒരു മുഹൂർത്തത്തിൽ എല്ലാവരും ഒന്ന് കരഞ്ഞു പോകില്ലേ. ഏത് കരയാത്ത ആൾക്കാരും ഒന്ന് ചെറുതായിട്ടൊന്ന് കരയാതെ നിൽക്കില്ല. അപ്പോൾ ഈ കരയണ കണ്ടാൽ എനിക്കൊക്കെ വേഗം സങ്കടം വരും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കണ ഇടയിൽ ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത് അമ്മായിയാണ് കേട്ടോ. അപ്പോൾ അമ്മായിക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. പിന്നെ ഇത് ചെറിയമ്മയാണ്. ചെറിയമ്മക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല അവരെ വീട്ടിലേക്ക്. ഞങ്ങളെ വീടിൽ നിന്ന് ഒരു 10 മിനിറ്റുള്ളൂ അവരെ വീട്ടിലേക്ക് എത്താൻ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ കയറേണ്ട സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് മാമനാണ് കേട്ടോ. അപ്പോൾ മാമന് ദക്ഷിണയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇത് ഒരു അമ്മായിയാണ്. അപ്പോൾ അമ്മായിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇത് വേറൊരു അമ്മായിയാണ്. അപ്പോൾ ഇവരൊക്കെ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം വന്നിട്ട്
ഭക്ഷണത്തിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി ചോറൊക്കെ തിന്നിട്ടാണ് രാത്രി പോയത്. പിന്നെ ഇത് എൻ്റെ അച്ഛനാണ്. അങ്ങനെ അച്ഛനും ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് വല്യമ്മക്കായിരുന്നു ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അധികം ദൂരമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 2:45 ആയപ്പോൾ അവരിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞാപ്പീനെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മാമേൻ്റെ കുട്ടിയാണ് കുഞ്ഞാപ്പി. അപ്പോൾ അവനെ കണ്ടിട്ടില്ലേന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അവനെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നു, അവനൊക്കെ കണ്ടു, അവർ പോയിട്ടോ. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി കടായും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മന്തി റൈസും കൂടി കഴിച്ചിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും. അപ്പോൾ ലാസ്റ്റായിട്ടായിരുന്നു മാമന്മാരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇരിക്കാൻ. അപ്പോൾ അവരെല്ലാം കൂടെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇതൊക്കെ കുടുംബത്തിൽപ്പെട്ട പ്രായമായ കുറേ അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ വരിയായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇടവണ്ണ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബൈക്കിനായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടവണ്ണ ഇവിടെ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു. മഴ ചോരട്ടെ എന്നിട്ട് പോവാൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി കേട്ടോ. അപ്പോൾ നല്ല രസം കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ റോഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വണ്ടികൾ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഴ ചോർന്നിട്ടില്ലെങ്കിൽ ഓട്ടോക്ക് പോകാൻ പറഞ്ഞാൽ കുറച്ച് സമയം വന്നിട്ട് അങ്ങനെ മഴയൊക്കെ ചോർന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അത് മറക്കരുതേ.